മലയാളം ബിഗ് ബോസ് സീസൺ 7 രാവിലെ തന്നെ പൊരിഞ്ഞടിയാണ് നടക്കുന്നത്. നമ്മുടെ അനുമോളും ജിസേലും തമ്മിലാണ്. അപ്പോൾ അനുമോളും അതേപോലെ ആദില, നൂറ ഇവരെല്ലാം കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ജിസേലും അതേപോലെ തന്നെ നെവിനും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ജിസേൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോ, ഞങ്ങൾക്ക് ബർഗർ ഉണ്ട്. അപ്പോൾ അനുമോൾ പറയും, ആ ബർഗറിൻ്റെ മേലെ കയറി കിടന്നു, ഞങ്ങൾ ഈ ബർഗറൊന്നും കാണാത്ത ആൾക്കാരാണല്ലോ എന്ന് പറയുന്നുണ്ട്. നീ ഇവിടെ റൂൾസ് ഒന്നും പാലിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ ഇവിടെ കിച്ചണിൽ കയറുന്നില്ല, കുക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ജിസേലിനോട് അനുമോൾ പറയുന്നുണ്ട്, നീ ഇവിടെ ലിപ്സ്റ്റിക്കും റെനേൻ്റെ കൺമഷിയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്, എനിക്കറിയാമെന്നും പറയുന്നുണ്ട്. സ്വേച്ഛാധിപതിയാണെന്നും പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നടക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അന്ന് നീ കാണിക്കടി കാണിക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനുമോൾ ജിസേലിൻ്റെ ചുണ്ടിലിട്ട് തൊട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ തുടച്ചു. അപ്പോഴേക്കും ജിസേൽ അത് വലിയൊരു പ്രശ്നമാക്കി, ഇവളെൻ്റെ ചുണ്ടി തട്ട് ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി എന്ന് പറഞ്ഞ് നെവിനോട് പോയി പറയുന്നുണ്ട്. നെവിൻ ചൂടായിക്കൊണ്ട് വരുന്നുണ്ട്. അതേപോലെ അക്ബർ വരുന്നുണ്ട്. അതേപോലെ എല്ലാവരും വന്ന് അനുമോളോട് മോശമാണ്, അങ്ങനെ ഒരാളുടെ ചുണ്ടി തൊടാൻ പാടില്ല, ബിഗ് ബോസ് ഇവളെൻ്റെ ചുണ്ടിൽ ഇങ്ങനെ കാട്ടി, ബിഗ് ബോസ് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല, ഇത് ഇവൾ രണ്ടാമത്തെ തവണയാണ്, എന്താണെങ്കിലും നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരത്ത് പറയുന്നുണ്ട്, പോയി കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ജിസേൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അക്ബർ വരാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അനുമോൾ നല്ലോണം പറഞ്ഞിട്ടുണ്ട്, ഒറ്റയാനായിട്ട് നിന്ന് കളിക്കടാ, ആണുങ്ങളെ പോലെ കളിക്കടാ, ഒരു പാട്ട് പാടാനും കുറേ അനൗൺസ് ചെയ്യാനും മാത്രം അറിയാം, വേറെ ഒരു കണ്ടൻറ്റും ഉണ്ടാക്കില്ല, കണ്ടൻറ്റ് ഉണ്ടാക്കടാ, നീ ഇവിടെ റെന ഉണ്ടെങ്കിൽ കിച്ചണിൽ കയറില്ല, ഒന്നും കഴുകില്ല, ഒരു പണിയെടുക്കാതെ നീ ഇവിടെ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന, ഞാനിവിടെ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ആ കണ്ടൻറ്റൊക്കെ പോകുന്നുമുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് ആരെയും വിളിപ്പിച്ചിട്ടില്ല, ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്. അക്ബറിനെ നല്ല രീതിയിൽ അനുമോൾ നല്ല ചീത്ത പറയുന്നുണ്ട്. അനുമോൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് തന്നെ എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, അവൾ കാണിക്കുമെന്ന് പറഞ്ഞു, ഞാൻ കാണിക്കും, ഇനി അവളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഞാൻ കാണിക്കും.